ഹലോ, ഇത് നമ്മുടെ അഗ്ലോണിമ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീനിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ. അതേപോലെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു പ്ലാന്റും കൂടിയാണ്. എന്നാൽ ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഒരു കുഞ്ഞ് ബേബി പ്ലാന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേബി പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കട്ടിങ്സ് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു കട്ടിങ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിങ്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു കട്ടിങ്സ് ഇതേപോലെ ഉള്ളൊരു നഴ്സറി ബാഗിലോ അല്ലെങ്കിൽ സാധാ നഴ്സറി പോട്ടിലോ നമ്മൾ നട്ട് കൊടുക്കുക. പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പോട്ടിങ്സ് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടിങ് മിക്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. നമ്മൾ അഗ്ലോണിമ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മെച്ചുറായെന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് മെച്ചുറായിട്ടുള്ളൊരു സ്റ്റെമ്മായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുക. അതേപോലെ നമുക്ക് ഓൾഡർ ആയിട്ടുള്ള ലീവ്സ് ഉണ്ടെങ്കിൽ ആ ലീവ്സ് റിമൂവ് ചെയ്യുക. എന്നിട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതേപോലൊരു നഴ്സറി ബാഗ് നമ്മൾ ഇതുപോലെ നട്ട് കൊടുക്കുക. ഇനി ഇവിടെ നിൽക്കുന്ന ഈ ഒരു സ്റ്റെമ്മുണ്ടല്ലോ, ഈ സ്റ്റെമ്മ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻട്രലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ 2 പീസായിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസായി എടുത്തതിന് ശേഷം നമ്മളൊരു ഇതേപോലെ ഒരു നഴ്സറി ബാഗ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇതേപോലെ തന്നെ നമ്മൾ നട്ട് കൊടുക്കുക. നമ്മളത് റെഗുലറായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലുള്ള ബേബി പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ നട്ടിട്ട് വളർന്നു വന്നിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതൊരു കുഞ്ഞ് ബേബി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതേപോലുള്ളൊരു നഴ്സറി ബാഗിലോട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് വളർന്നതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ടിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ള അഗ്ലോണിമയുടെ ആ ഒരു കട്ടിങ്സാണ്. ആ 2 കട്ടിങ്സും വളർന്ന് വന്നിട്ടുണ്ട്. ഒരെണ്ണം അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അടുത്തൊരു മുകളം കൂടി ഇത് വരുന്നുണ്ട്. ആ കട്ടിങ്സ് നട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ടിങ്സ് നട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് വരാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വളരാൻ തന്നെ 2 മാസം ടൈമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അഗ്ലോണിമയുടെ കട്ടിങ്സ് എടുത്തിട്ടുള്ള ആ ഒരു പ്ലാന്റാണ്. ഇതിൽ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അവിടെ നിന്ന് പുതിയൊരു മുകളും അങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിൽ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.